ഇപ്പോഴല്ല, പണ്ടേ മഞ്ഞപ്പടയാണ്. കാൽപന്തിന്റെ സാമ്പാ താളമാണ് എവർട്ടെ ഫേവറേറ്റ്. ഞങ്ങളുടെ നേരത്തെ പോയി. അതുകൊണ്ട് ഇംഗ്ലണ്ടും സ്പെയിനും ഒക്കെ ചിലപ്പോൾ താൽക്കാലിക ഫേവറേറ്റുകളായെന്ന് വരും. വേദനയോടെ ചിലപ്പോൾ വാമോസ് എസ്പാന എന്ന് വിളിച്ചെന്നും വരും. അത് വേറെ കാര്യം. പക്ഷെ പോയ കളിയിൽ അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത് ലൗട്ടാരോ മാർട്ടിനസ് ആണെങ്കിലും ഗോളിന്റെ ആത്മാവ് സാക്ഷാൽ ലിയോണൽ മെസ്സിയാണ്. ആരാധകർ പറയും പോലെ ഇയാൾക്കെന്തോ അമാനുഷിക ശക്തി ഉണ്ടോ എന്ന് തോന്നിക്കും മട്ടിൽ 7 പേർക്കിടയിലൂടെ 8-ാമനെ കബളിപ്പിച്ച് ഒരു പുഴ പോലെ വന്ന പന്ത് മാർട്ടിനസ് തട്ടി ഗോൾ വലയിലിട്ടത് ടീം ഗെയിമിന്റെ മനോഹരമായ കാഴ്ചയാണ്. അത് കളിയിൽ മാത്രമല്ല, രാഷ്ട്രീയമടക്കം സകല വ്യവഹാരങ്ങളിലും പ്രധാനമാണ് ആ ചേർത്തുപിടിക്കൽ, കൂട്ടായ പ്രയാണം. വി.ഡി. സതീശൻ സർക്കാർ മാസം 2 പൂർത്തിയാകുമ്പോഴേക്കും ആ ടീം ഗെയിം ഡേഞ്ചറസ്ലി മിസ്സാവലാണ്. എതിർ പാർട്ടിക്കാർ രാഷ്ട്രീയം പറഞ്ഞ് എതിർത്തേക്കാം, പക്ഷേ CPM പോലും ചെയ്യാത്ത വണ്ണം അതൊക്കെ പറയാൻ നീയൊക്കെ ആരാ എന്ന ടോണിൽ കൂട്ടത്തിൽപ്പെട്ട വിദ്യാർത്ഥി കൂട്ടായ്മ അവഗണിച്ച് ഇല്ലാതാക്കലാണ്, നെഗ്ലക്ട് ചെയ്ത് റദ്ദാക്കി കളയലാണ് പോയ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ. ഇന്ന് ആ ചെറുപ്പക്കാരനെ കണ്ടമട്ട് കാണിക്കാതെ ഇൻസൾട്ട് ചെയ്യാനും മാത്രം എന്താണ് മുഖ്യമന്ത്രി അലോഷിയിൽ കണ്ട മഹാപാതകം? അവരുടെ വിയർപ്പ്, അവരുടെ ചോരപ്പങ്കുള്ള ഒരു സർക്കാർ സംഘപരിവാറുകാരന്റെയും SFIക്കാരുടെയും വക്താക്കളാകുമ്പോൾ വിയോജിപ്പ് പറഞ്ഞതാണ്. ഓർമ്മയില്ലേ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കടുംവെട്ട് ക്യാബിനറ്റെന്നും അഴിമതി സർക്കാർ എന്നും താങ്കൾ പറഞ്ഞതിന് 1000 ആഘാതമുണ്ടോ അലോഷിയുടെ ഒരു പതിഞ്ഞ ശബ്ദം? അധികാരമില്ലാത്ത കാലത്ത് പോയ 10 വർഷക്കാലം 61 കേസുകൾ അധ്യക്ഷന്റെ പേരിൽ, ഉപാധ്യക്ഷൻ അരുണിന്റെ പേരിൽ 89 കേസുകൾ. പോലീസ് അടിച്ച് മണ്ട കയറിയതെങ്കിലും ഗുണ്ടാപ്പണിക്ക് പോയിട്ടല്ല. കിട്ടാവുന്ന വേദിയിലൊക്കെ പറയാൻ കഴിയുന്ന പരമാവധിയിൽ 4-ാം തരം ഭാഷയിൽ അധിക്ഷേപിച്ച് വെള്ളാപ്പള്ളിയുടെ പുത്രനെ കാണാമെങ്കിൽ, ഐക്യഹിന്ദു പരിവാരങ്ങളെ ഒക്കെ കാണാമെങ്കിൽ, ജനം നട്ടപ്പിനന്തെടുക്കുന്ന ആ രാക്കാല പവർക്കെട്ട് സമയത്തെങ്കിലും അവരെ 2 മിനിറ്റ് കേൾക്കണം. CM സാർ വാക്കിന്റെ സാമർഥ്യം അതിരുവിട്ട അധികാരിയുടെ ധാർഷ്ട്യമായാൽ ജനം ഓർത്തുവെക്കും, ആനപ്പകയിൽ ആഞ്ഞടിക്കും. ജനായത്ത പ്രഹരത്തിൽ അടപടലം ആർത്തു വീണ പാർട്ടിക്കോട്ടകൾ രാഷ്ട്രീയ സാക്ഷ്യമാണ്. പൊളിറ്റിക്കൽ ടേക്ക് അവേ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് ബിൽഡറെ തീരുമാനിക്കുന്നത്? നോ നോ നോ, ഗവൺമെന്റ് ബിൽഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. അതൊന്നുമില്ല, അവർക്കൊന്നും ഒരു കാര്യമില്ല. KS യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിൻ്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KS സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. KSU തീരുമാനിക്കേണ്ട കാര്യം KSU തീരുമാനിക്കും, കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും, ഗവൺമെന്റിന് ഭരണപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ്. എല്ലാ കാര്യവും KSUനോട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോട് ആലോചിച്ചിട്ടോ അങ്ങനെയൊക്കെ അല്ല ചെയ്യുന്നത്. അടുത്ത BRM ശ്രീ PK ഗോപൻ, യുവരാജ് ഗോകുൽ, ആനന്ദ് കൊച്ചുടി ചർച്ചയിൽ ആദ്യം ഞാൻ ഷനൂബിലേക്ക് പോകുന്നു. ഷനൂബ്, BRM ഷഫീർ താങ്കൾക്കെതിരെ കടുത്ത ഭാഷയിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇയാൾക്ക് ചർച്ചയിൽ ഇനി പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ എന്താ അവകാശം? മുഖ്യമന്ത്രിയെ സംഖ്യയാക്കാൻ നടക്കുന്ന CPMന്റെ വാദം ഉന്നയിക്കുന്നവൻ എങ്ങനെയാ കോൺഗ്രസ് പ്രതിനിധിയാവുന്നേ? നാളെ CPM ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഇയാളുടെ തന്നെ വാക്കുകളാവില്ലേ ആധികാരികത? അതുകൊണ്ട് രണ്ടും കൂടി വേണ്ട. ഒന്നുകിൽ വിമർശിച്ച് സ്വന്തം രാഷ്ട്രീയം കൊണ്ടുപോവുക, അല്ലെങ്കിൽ വിയോജിപ്പുകൾ പാർട്ടിയിൽ പറഞ്ഞ സർക്കാരിനെ കവചം തീർക്കുക. കുമ്പിടിയാവണ്ട എന്നാണ് BRM ഷഫീർ പറഞ്ഞത്. മാത്രമല്ല, താങ്കളെയും ജിൻഡോ ജോണിനെയും വക്താവ് സ്ഥാനം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു വക്താവ് രാജു പി നായരുടെ പരാതി പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. എനിക്കതിൽ ആധികാരികതയില്ല. BRM ഷഫീർ ചർച്ചയ്ക്ക് വരുന്ന ആൾ, താങ്കൾ ചർച്ചയ്ക്ക് വരുന്ന ആൾ, രാജു പി നായർ ചർച്ചയ്ക്ക് വരുന്ന ആൾ, നിങ്ങൾ തമ്മിൽ മാസം 2 ആകുമ്പോഴേക്കും ഇത്തരത്തിലാണെങ്കിൽ എന്താണ് അവസ്ഥ ശ്രീ VR അനൂപ്? അങ്ങനെയൊന്നുമില്ലെന്നേ. ഇപ്പോൾ അങ്ങയുടെ തലക്കെട്ട് തന്നെ പാളയത്തിൽ പടയോ എന്നാണ്. അങ്ങനെ പടയൊന്നുമല്ല, സോദരർ തമ്മിലൊരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങി മറയിലാം എന്നാണല്ലോ കവിവചനം. ഇവിടെ BRM ഷഫീറിന് മറുപടി പറയാനൊന്നുമല്ലോ ഈ ചർച്ചയിലിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണല്ലോ, കോൺഗ്രസ് പാർട്ടി തന്ന ലിസ്റ്റിൽ നിന്നാണല്ലോ അങ്ങനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വിശദീകരണം അതിൽ ആവശ്യമില്ലെന്നേ. പിന്നെ ആർക്കും ആരെതിരെയും പരാതി കൊടുക്കാൻ കഴിയും. പക്ഷേ ആര് പരാതി കൊടുത്താലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞങ്ങളുടെ നേതാവ് ബഹുമാന്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതിനനുകൂലിക്കില്ല. അദ്ദേഹം ഒരു തികഞ്ഞ ജനാധിപത്യവാദിയാണ്. അദ്ദേഹം എപ്പോഴും നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ആളാണ്. ഡോൺ സ്പെയർ മീ, എന്നെ ഒഴിവാക്കരുത് ശങ്കർ എന്ന് പറഞ്ഞ നെഹ്റുവിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് അദ്ദേഹം. അതിൽ മാതൃക കാണിച്ചിട്ടുള്ള ഒരാളാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ കോൺഗ്രസ് സർക്കാർ നന്നാവണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടി വേണ്ട തിരുത്തലുകൾ നിർദ്ദേശിച്ചിട്ടുള്ള ആളാണ്. അന്ന് ഉമ്മൻചാണ്ടിയും അതിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആളാണ്. ഇതൊന്നും വ്യക്തിപരമല്ലെന്നേ. അപ്പോൾ അതുപോലൊരാൾ ആരൊക്കെ അതിനെതിരെ പറഞ്ഞാലും സാക്ഷാൽ വി.ഡി. സതീശൻ അതിനെ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെയൊക്കെ അഭിനന്ദിക്കുമെന്നുള്ള
ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പാർട്ടി എന്നെ അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ, ഞാൻ ആവശ്യപ്പെട്ടത് കൊണ്ടല്ലോ ഇപ്പോഴും ഈ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ഞങ്ങൾ അനുവദിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞത് വക്താവ് സ്ഥാനത്ത് നീക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം വിശാലമായ ജനാധിപത്യ തുറസ്സുള്ള പാർട്ടിയാണെങ്കിൽ, ആർക്ക് ആരെ വിമർശിക്കാനുള്ള തുറസ്സുള്ള പാർട്ടിയാണെങ്കിൽ, നെഹ്റുവിയൻ എന്തോ ലെഫ്റ്റോ എന്തൊക്കെയോ ആണെങ്കിൽ, എന്തുകൊണ്ടാണ് വിമർശനം പറയുമ്പോൾ നിങ്ങളെയൊക്കെ മാറ്റിക്കളയണം, അല്ലെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് കുമ്പിടിയാവണ്ട എന്ന് പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്നത്? CVR അനു അല്ല, അത് ഒരിക്കലും അത് VD സതീശൻ്റെ നിലപാടല്ലല്ലോ. അദ്ദേഹം അത് പറയില്ലല്ലോ. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ഈ പാർട്ടിയുടെ വക്താക്കളിൽ, ആദ്യകാല വക്താക്കളിൽ ഒരാളാണ്, MLA കൂടിയാണ്. അപ്പോൾ കോൺഗ്രസ് എല്ലാ കാലം എടുത്ത ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു തുറസ്സുണ്ട്. ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ്, VD സതീശൻ്റെ വാക്കുകൾ ഞാൻ ആവർത്തിക്കുകയാണ്, ഞങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റാണ്, സ്റ്റാലിനിസ്റ്റ് ലെഫ്റ്റേ അല്ല. അപ്പോൾ ഞങ്ങൾക്കൊരു സമീപനമുണ്ട്, അക്കാര്യത്തിലൊന്നും സംശയം വേണ്ട. അതിനകത്ത് ഈ പറയുന്ന ആധികാരികമല്ലാത്ത, ഇപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞതിനോടൊന്നും അതേ ഭാഷയിൽ മറുപടി പറയുന്നില്ല. ഞാനതിന് അപ്പോൾ എൻ്റെ വേറൊരു മീഡിയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്, ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പിന്നെ KSU എന്ന് പറയുന്നത് അദ്ദേഹവും KSUവിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഒരു ഞരമ്പ് ഇപ്പോഴും പച്ചയായുണ്ടെന്ന് ഒരില്ലതൻ ചില്ലയോട് ഓതി എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെയൊക്കെ ഞരമ്പിൽ ഇപ്പോഴും KSU ഉണ്ട്. ഞങ്ങളുടെ യൗവനം, ഞങ്ങൾ കടന്നു വന്ന വഴികൾ, അത് VD സതീശനായാലും ഈ പറയുന്ന അലോഷി ആയാലും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളായാലും KSUവിലൂടെ കടന്നു വന്ന ആളുകളാണ്. അല്ല, ഞരമ്പുകൾ ഏതാണ്ട് ഓടുന്നുണ്ടെങ്കിൽ VR അനു ഇവിടെ അലോഷി തന്നെ പറയുന്നു, ഞാൻ അപ്പോയിന്റ്മെന്റ് തേടി സമീപിച്ചു, അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല, പിന്നെയും ചോദിച്ചു, അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. ഇപ്പോൾ അതിനെതിരെ പരസ്യ വിമർശനമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് പോയി മുഖ്യമന്ത്രിയെ കാണാൻ പോയാൽ ഒരുപക്ഷെ അത് പ്രശ്നമായിട്ടുണ്ടാവും. എന്തായാലും കാണാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച അലോഷി തന്നെയാണ്. ഇവിടെ RV ബാബു എന്ന് പറയുന്ന അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ പോയ കാലത്തൊക്കെ വിമർശിച്ച RV ബാബുവിനെയും കഠിനമായ വാതുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ധ്രുവീകരണം നടത്തുന്ന മറ്റൊരാളെയും കാണാനും അവരുടെ ഭാവം അനുഭാവപൂർവ്വം കേട്ടു വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുമുള്ള സാവകാശം ഇപ്പം ജനാധിപത്യ തുറസ് അവിടെയുണ്ട്. കഠിനമായ ഭാഷയിൽ വൃത്തികേട് മാത്രം പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ പുത്രനെ കാണാനുള്ള സമയമുണ്ട്. നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ, നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട പോഷക സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവിനെ കാണാൻ സമയമില്ലെങ്കിൽ എന്ത് തുറസിനെ പറ്റിയാണ് താങ്കൾ പറഞ്ഞതിപ്പോൾ CVR അനൂപ്? അല്ല, തീർച്ചയായും അതിനോട് പോസിറ്റീവായി മുഖ്യമന്ത്രി പ്രതികരിക്കുന്നേ. ഇപ്പം ഇന്ന് നടന്ന സംഭവ വികാസങ്ങളോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല, ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്ന ആളല്ല. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഓടിക്കയറി ഒരു അഭിപ്രായം പറയേണ്ട. പക്ഷേ ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ആത്യന്തികമായി KSU ഉയർത്തുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന, ഇതൊന്നും വ്യക്തിപരമല്ല, ഏതെങ്കിലും നേതാവിനെതിരെയോ ഏതെങ്കിലും നേതാവിന് വേണ്ടിയോ അല്ല. ഞങ്ങളൊന്നും പോക്കറ്റിൽ, പേഴ്സിൽ ഏതെങ്കിലും നേതാവിൻ്റെ ഫോട്ടോ വെച്ച് നടക്കുന്ന ആളുകളല്ല. ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയാണ് പ്രധാനം. ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻ അല്ല. ഞങ്ങൾ പറയുന്നത് എന്താ, KSU എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭൂതകാലമാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പല്ലി അതിൻ്റെ വാല് മുറിച്ച് കളയുന്നത് പോലെ ഞങ്ങളുടെ ഭൂതകാലം ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ലാതെ. ഞങ്ങൾ തിരിഞ്ഞു വന്നുള്ള ഓരോരുത്തരും KSUക്കാരല്ലേ. അപ്പോൾ അത് വൈകാരികമായി ചില പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നും മുഖ്യമന്ത്രിക്കെതിരല്ല. മുഖ്യമന്ത്രി അങ്ങനെ മനസ്സിലാക്കില്ല. മുഖ്യമന്ത്രിയും എങ്ങനെ ഒരാളെ മാന്യമായി വിമർശിക്കണമെന്ന് ഞങ്ങളെ സംബന്ധിച്ചുള്ള പാഠപുസ്തകമാണ് VD സതീശൻ. അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ, അതിൻ്റെ മാന്യത ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പോലും VM സുധീരനെ ഇരുത്തിയ വേദിയിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇത്തരം വിമർശനങ്ങളൊക്കെ സർക്കാരിന് സഹായകരമാണെന്ന്. ആ സ്പിരിറ്റിൽ തന്നെ VD സതീശൻ എടുക്കും. VD സതീശനെ പോലൊരു നേതാവിനെ അങ്ങനെ നിങ്ങൾ അസഹിഷ്ണുവാണ് എന്ന് ചെറുതാക്കി കാണേണ്ടതില്ല. അദ്ദേഹം അങ്ങനെയല്ല. ചില ആളുകൾ പറയുന്നത് VD സതീശന്റെ നിലപാടല്ല. PM നിയാസ് എന്ന KPCC ജനറൽ സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷനായി നിയമിതനായ വ്യക്തിയുടെ സംഘപരിവാർ ബന്ധത്തെപ്പറ്റി അദ്ദേഹത്തിന് ബോധ്യം അവതരിപ്പിക്കാൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി അനുവദിച്ച് കിട്ടിയില്ല. മുഖ്യമന്ത്രിയുടെ പീഡന നിയമനത്തിൽ പരാതി ഉണ്ടെങ്കിൽ അലോഷ്യ സേവനും ഇത് കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഹിന്ദു ഐക്യവേദ നേതാക്കളായ ശശികലയോടും RV ബാബുവിനോടും കാണിച്ച ആ അനുഭാവപൂർവ്വമായ സമീപനമെങ്കിലും KPCC ജനറൽ സെക്രട്ടറിയോടും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോടും കാണിക്കേണ്ടതായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അവർ അത് അർഹിക്കുന്നുണ്ട് സാർ, അത് അവരുടെ അവകാശമാണ് സാർ, ഇത് അവരുടെ കൂടി സർക്കാരാണ് സാർ, ഇത് ഞങ്ങളുടെ കൂടി സർക്കാരാണ് സാർ എന്ന് അങ്ങേക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ ഈ പറയുന്നത് പോലെ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെക്കുന്ന ആളാണ് VD സതീശനെങ്കിൽ CVR അനൂപ്. അല്ല, ഞങ്ങളുടെ സർക്കാരാണ് എന്നുള്ള അവകാശ ബോധത്തോടു കൂടി തന്നെയല്ലേ ഞങ്ങളത് പറയുന്നത്. ഈ കഴിഞ്ഞൊരു 10 കൊല്ലം അങ്ങനെ ഒരു DYFIക്കാരന്, ഒരു SFIക്കാരന് പറയാൻ സാധ്യമായിരുന്നോ? അത് പറഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടിയാണ് ഹാഷ്മി ചർച്ചയ്ക്കിരിക്കുന്നത്.
ഞങ്ങൾക്കത് പറയാനുള്ള സ്പേസ് ഈ പാർട്ടിക്കുണ്ട്. ഈ പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ ഫാൻസ് അസോസിയേഷൻ അല്ല. ഈ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയുടെ നയനിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അത് കൃത്യമായി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശനെ കൂടി ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചർച്ചയിലിരിക്കുന്നത്. അദ്ദേഹം അത് ഉൾക്കൊള്ളുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അദ്ദേഹം കൂടി ഞങ്ങൾ പഠിപ്പിച്ചതാണ്. രാജു പി നായർ മാത്രമല്ല, മറ്റു ചിലർ കൂടി താങ്കൾക്കെതിരെ നിങ്ങളെ മീഡിയ പാനലിൽ നിന്ന് ഒഴിവാക്കണം, കാര്യം നിങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് KP സംബന്ധിച്ചിടത്ത് കേൾക്കുന്നു. CVR താങ്കൾക്ക് ഉറപ്പുണ്ടോ മീഡിയ പാനലിൽ നിന്ന് താങ്കൾ പുറത്തേക്ക് പോകില്ല എന്ന്? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഈ സമയത്തും KPCCയുടെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ സംസാരിക്കില്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ആളല്ല. എന്നെ എവിടെ നിന്നും എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ പാർട്ടിക്കുണ്ട്. അതിനകത്ത് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ എന്നെ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലല്ലോ. അതൊന്നും ഞാൻ അതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല. ഇപ്പോൾ മീഡിയയിലിരുന്ന് സംസാരിക്കണോ, നാളെ തെരുവിൽ നിന്ന് സംസാരിക്കണോ, ഫേസ്ബുക്കിൽ നിന്ന് സംസാരിക്കണോ, എവിടെ ഇരുന്ന് സംസാരിച്ചാലും ആത്യന്തികമായി ഇത് പാർട്ടിക്ക് വേണ്ടിയാണ്. മീഡിയ മാത്രമാണ് മാറുന്നുള്ളൂ. എൻ്റെ നിലപാട് ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ കേസ് ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം പ്ലീഡർമാരുടെ പ്രശ്നമാണ്. ഒരാൾ SFIക്കാരനാണ് എന്ന കാര്യം മനസ്സിലാക്കാം. പിന്നെയും നിങ്ങൾ ഇന്ത്യ സഖ്യം വിശാല മതേതര ചേരി എന്നൊക്കെ പറയാമെങ്കിലും താങ്കൾക്ക് തന്നെ ബോധ്യമുണ്ട് എന്താണ് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടം മുതൽ അടുത്ത കാലം വരെ സംഘപരിവാറിന് വേണ്ടി സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അത് ആ വസ്തുത നിഷേധിക്കാനാവാത്ത വസ്തുത നിലനിൽക്കും. താങ്കൾക്ക് തന്നെ ഫേസ്ബുക്കിൽ ബോധ്യമുള്ള കാര്യമാണ്. താങ്കളുടെ ഒരു ബോധ്യം എങ്ങനെയാണ് അവർ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഉള്ള നിയമനത്തിൽ പ്ലീഡർ പദവിയിലേക്ക് വരുന്നത്? ശ്രീ VR അനൂപ്, അത് ഞങ്ങളുടെ ബോധ്യം അത് വസ്തുതയാണ്. അദ്ദേഹം പോലും നിഷേധിച്ചിട്ടില്ലല്ലോ. അത് ആ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ABVPയുടെ ഭാഗമായിരുന്ന ആളുകളാണ്. ബഹുമാന്യനായ നിയമവകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ ഈ പറയുന്ന വ്യക്തികളുടെ പ്രാഗൽഭ്യം ഇത് അന്വേഷിച്ച് മനസ്സിലാക്കി എന്നാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയ വിവരമാണ്. അദ്ദേഹം ഈ പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായി മാറിയിട്ടുണ്ടെന്നുള്ള വിവരം ഓഫീസിന് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിയമവകുപ്പ് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ PK ഗോപൻ, ഇവിടെ കഠിനമായ വിമർശനം ഉന്നയിച്ച് ഈ പറയുന്ന അനൂപിനെയും ജിൻഡോയെയും മീഡിയ പാനലിൽ പുറത്താക്കണമെന്ന് പരാതി കിട്ടിയതിന് ശേഷവും KPCCയുടെ ഒഫീഷ്യൽ വക്താവായി VR അനൂപ് വന്ന് ഇവിടെ ഇരിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്കുള്ളൊരു പാഠമുണ്ട്. കാര്യം ഏതെങ്കിലും കാലത്ത് ശ്രീ PK ഗോപൻ അക്കാലത്ത് പിണറായി വിജയനെ ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് പിന്നെ PK ഗോപൻ ആ വേദിയിൽ ഉണ്ടാവില്ല, പാർട്ടി വേദിയിൽ പോലും ഉണ്ടാവുമെന്ന് അറിയില്ല. അതൊരു ജനാധിപത്യത്തിൻ്റെ തുറസ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ ശ്രീ PK ഗോപൻ ഇവിടെ അത്തരത്തിൽ പ്രതിപക്ഷത്തിനിടയിൽ ഭിന്നത ഉണ്ടാകുമ്പോഴേക്കും അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽ ഭിന്നത ഉണ്ടാകുമ്പോഴേക്കും അത് മുതലെടുക്കുക LDF ആണെങ്കിലും UDF ആണെങ്കിലും പ്രതിപക്ഷം ചെയ്യുന്നതാണ്. നിങ്ങളത് ചെയ്യാത്തതിന് കാരണം നിങ്ങൾക്കിടയിലെ ഭിന്നത പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ശ്രീ PK ഗോപൻ? ശ്രീ ഹാഷ്മി, കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതിശാസ്ത്രം CPM പഠിക്കണമെന്നും മാതൃകയാക്കണമെന്നുള്ള ഉപദേശം ദയവായിട്ട് ഈ വൈകുന്നേരം ഞങ്ങളെ ഏൽപ്പിക്കല്ലേ. അത് ഏറ്റെടുക്കാനുള്ള അത്രയും വലിയ ഭാരം ഏറ്റെടുക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങയുടെ ഉപദേശം ദയവായിട്ട് അത് മടക്കി വെക്കുക തൽക്കാലം. ആ ഉപദേശം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമതായിട്ട് ശ്രീ അനൂപ് ഇവിടെ ഉദ്ധരിച്ച കവിത അദ്ദേഹം കർത്താവിനെ പറഞ്ഞില്ലെങ്കിലും അത് വള്ളത്തോളിൻ്റെതാണ്. വള്ളത്തോൾ പറഞ്ഞത് സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങിമറിയലാണ്. ഈ ഉപമ, ഈ ഉദാഹരണം ചേരത്തില്ല ശ്രീ അനൂപേ. എന്താ കാര്യം എന്നറിയൂ? വള്ളത്തോൾ വേണ്ടത്ര ജാതിവിരുദ്ധ കവിതകൾ എഴുതിയിട്ടില്ല എന്ന ഒരാക്ഷേപം വന്നപ്പോഴാണ് അതിന് മറുപടിയായിട്ട് അദ്ദേഹത്തിന് ആകെ അങ്ങനെ ഒരു കവിത എടുത്തു പറയാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ തോണിയാത്ര എന്ന കവിത മാത്രമാണ്. അതും കടുത്ത ജാതിയുടെ പ്രശ്നമല്ല അതിനകത്ത് ഉന്നയിക്കുന്നത്. അതിലതുണ്ടെന്നുള്ളതേ ഉള്ളൂ, അത് കണ്ടെത്താവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന കടുത്ത ജാതി വിവേചനത്തിനെതിരായി കുമാരനാശാൻ വലിയ കവിതകളുമായി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനൊരു ആക്ഷേപം വള്ളത്തോളിനെക്കുറിച്ച് വന്നപ്പോഴാണ് വള്ളത്തോൾ ഇത് പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യം എന്താ? കടുത്ത ജാതി വിവേചനവും കടുത്ത പ്രയാസങ്ങളും അംബേദ്കറിൻ്റെയൊക്കെ പ്രഭവകാലമാണ്, അല്ലെങ്കിൽ പ്രഭാവകാലമാണ് അന്ന്. അതുകൊണ്ട് ആ ഉപമ തന്നെ എടുത്ത് പരിശോധിച്ചാലും വലിയ പോരാണ് ഈ നടക്കുന്നത്. ഇനി അങ്ങ് പറഞ്ഞത് അനൂപിനെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടും അദ്ദേഹം വന്നിരിക്കുന്നു, അതല്ലേ ജനാധിപത്യമെന്ന്. നിങ്ങൾ ഈ ജനാധിപത്യത്തിന് കൊടുക്കുന്ന പരികൽപ്പനകൾ എന്തൊക്കെയാണ്? KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? ഈ ജനാധിപത്യം അംഗീകരിച്ചിരുന്നുവെങ്കിൽ KSUവിന് അത് പറയാനുള്ള ജനാധിപത്യ അവകാശം ഉണ്ട് എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടത്? അതിന് പകരം മുഖ്യമന്ത്രി പറഞ്ഞതെന്താ?
അവർക്കിത് പറയാൻ ഉള്ള യോഗ്യത എന്താ? അവരാരാ ഇത് പറയാൻ? ലോ കോളേജിലെ KSUവിൻ്റെ യൂണിറ്റാണോ ഇതിൻ്റെ കാര്യം ഗവൺമെൻറ് പ്ലീഡേഴ്സിനെ തീരുമാനിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ പിന്നെ ഏത് ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പരസ്യമായി വിഴുപ്പലക്കലല്ല. ദയവായിട്ട് ജനാധിപത്യത്തിന് നിങ്ങൾ കുറച്ച് മാധ്യമപ്രവർത്തകരും കോൺഗ്രസും കൂടെ തമ്മിലടിക്ക് ജനാധിപത്യം എന്ന പേര് കൊടുക്കരുത്. പരസ്പരം വിഴുപ്പലക്കലിന് ജനാധിപത്യം എന്നല്ല പറയുന്നത്. അത് ജനാധിപത്യത്തിൻ്റെ അപ്പോസ്റ്റലായി പ്രവർത്തിച്ച് നെഹ്റുവിനെ കുറിച്ച് ഒരു 6-7 പ്രാവശ്യം കൂടെ പറഞ്ഞല്ലോ. എവിടെങ്കിലും ഈ പരസ്യമായി വിഴുപ്പലക്കലാണോ ജനാധിപത്യം? അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ വരും. ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെ വരണ്ടേ? ആ പാർട്ടിക്കകത്താണ് വരണ്ടേ, അല്ലാതെ പൊതുസമൂഹത്തിലല്ല വരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുന്ന ജനാധിപത്യം അഭിപ്രായ വ്യത്യാസങ്ങൾ അതാത് വേദികളിലാണ് ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ഇത് വേദികളിലാണ് പറയേണ്ട, പരസ്യമായി പറയരുതെന്ന്. നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ജനാധിപത്യം എന്ന് നിങ്ങൾ കേരളത്തെ ഇങ്ങനെ ദൈനംദിനം വൈകുന്നേരം ഇനി പഠിക്കും. ഇവിടെ ശരിയാണ്, താങ്കൾ പറയുന്നത് പോയിന്റാണ്. പക്ഷെ എന്ന് പറഞ്ഞാലും ഒരു പിഴവുണ്ടെങ്കിൽ അത് തിരുത്തി പോകുന്നതാണോ നല്ലത്? പിഴവ് കണ്ടാലും മിണ്ടാതിരുന്ന് ലാസ്റ്റ് പാർട്ടി കോട്ടകളടക്കം തകർന്നു പൊളിയുന്നതാണോ നല്ലത്? CPK ഗോപൻ അല്ല, പാർട്ടി കോട്ട പൊളിഞ്ഞത് അത് മാത്രമല്ലല്ലോ. ഞങ്ങൾ 10 വർഷം ഭരിച്ചല്ലോ. കഴിഞ്ഞ 2021, 26 മാത്രമല്ലല്ലോ, 2016, 21 5 വർഷം ഭരിച്ചല്ലോ. ഈ ശൈലിയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ വന്നല്ലോ. അപ്പോൾ പിഴവ് അതിൻ്റെ പേരിൽ മാത്രമല്ല, അതും പിഴവ് തന്നെ ആയിരിക്കാം. അതിൻ്റെ പേരിലല്ല, അതല്ല അതിൻ്റെ കാരണം, അത് മാത്രമല്ല അതിൻ്റെ കാരണം. ഇവിടെ വിഷയം എന്താ? ഇവിടെ കോൺഗ്രസിനകത്തെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവർ എന്താ അവരുടെ ഒരു സ്ഥിതി? ONV അല്ല MD മഹാഭാരതത്തിൽ നിന്ന് കണ്ടെടുത്ത വൈശാലി അതുപോലെ ആയില്ലേ? ഗണിക കുടുംബത്തിൽപ്പെട്ടവരെ വിട്ട് ഋഷ്യശൃംഖനെ വിളിപ്പിച്ചുകൊണ്ടുവരുന്നു. നാട്ടിൽ മഴ പെയ്യിക്കുന്നു. അവസാനം ഋഷ്യശൃംഖനെ രാജാവിൻ്റെ പുത്രി സ്വീകരിക്കുന്നു. ഗണികകൾ ഔട്ടാവുന്നു. ഈ ധ്വനിയിലല്ലേ KSUവും ലയേഴ്സ് കോൺഗ്രസും ഒക്കെ പ്രവർത്തിച്ചും അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില ശബ്ദങ്ങളല്ലേ അനൂപിൽ നിന്നും കേട്ടത്. ഇപ്പം അനൂപ് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ശബ്ദത്തിൽ പറയാൻ പറ്റില്ല, അത് മറ്റൊരു ശബ്ദമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ട് നമ്മുടെയൊക്കെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തന്നെ ഇദ്ദേഹത്തെ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ കുറ്റിയിൽ കൊണ്ട് കെട്ടണ്ട. അതായത് KSUവും ലയേഴ്സ് കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകളെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ KSU പ്രസിഡന്റ് പറഞ്ഞ എന്താ? എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയം CM-നെ പോലുള്ള നേതാക്കളെ കണ്ടാൽ ചിരിക്കണമെന്നാണ്, അവഗണിക്കണമെന്നല്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ സൃഷ്ടിച്ച പ്രതീതി എന്താണ്? മുൻ മുഖ്യമന്ത്രി ചിരിക്കില്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചിരിക്കും. ആർക്കിട്ട പണി കൊടുത്ത സ്വന്തം പാർട്ടി പ്രവർത്തകന് തന്നെ ഒരു ചിരി പ്രതീക്ഷിച്ചെന്ന അലോഷ്യസിന് കിട്ടിയത് എന്താ? കനത്ത വീർപ്പിച്ച മുഖവുമായി. അത് ആ മുഖം പോലും കാണിച്ചില്ല, തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത് പ്രതീക്ഷിച്ചില്ല ശ്രീ ഹാഷ്മി. കുറച്ചുകൂടെ കഴിയുന്നതാണ് ഞങ്ങൾ ധരിച്ചത്. കാരണം ശ്രീ K. കരുണാകരനും ശ്രീ AK ആന്റണിയും തമ്മിലുള്ള കലഹവും ശ്രീ AK ആന്റണി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഇടച്ചിലുകളും ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പരിഭവം പറച്ചിലും വഴക്കും ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പരസ്യമായി മീറ്റിങ്ങിലൂടെ വിളിച്ച് വലിയ തോതിൽ ആക്ഷേപിച്ചതൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, അല്ലാതെ ഭരണത്തിലേറി അതിൻ്റെ അടുത്ത മാസം തന്നെയല്ല. ഇവിടെ സംഭവിച്ചതിന് VD സതീശന് മറ്റു ചില കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കോൺഗ്രസിനോട് മാത്രമല്ല, അദ്ദേഹത്തെ ഭരണത്തിലേറിയത് അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷികളിൽപ്പെട്ടവർ മാത്രമല്ല. അതുകൊണ്ടാണ് മുസ്ലിം ലീഗുമായിട്ട് അദ്ദേഹം ഇത് നേരത്തെ പറഞ്ഞുറപ്പിച്ച കാര്യമാണ്. ഇങ്ങനെ ചില ഡീവിയേഷനൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും എന്ന് ലീഗുമായിട്ട് ശ്രീ VD സതീശൻ കരാർ ഒപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ലീഗിന് ഏറ്റവും കടുത്ത പ്രയാസം ഉണ്ടാക്കുന്ന വഖഫ് പ്രശ്നത്തിൽ പോലും ലീഗിന് അങ്ങനെ പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ്. ഇതൊക്കെ വ്യക്തിപരമല്ല. ശ്രീ അനൂപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് വ്യക്തിപരമല്ല, സത്യമാണ്. ഇത് പൊളിറ്റിക്സ് തന്നെയാണ്. ഇതിനകത്ത് ഓരോ നിലപാടുകളാണ് പ്രശ്നം. ആ നിലപാടുകൾ തമ്മിലുള്ള സംഘർഷം കേരളത്തിൽ കോൺഗ്രസിനകത്ത് നന്നായിട്ട് നടന്നു വരിക എന്നുള്ളതാണ് വസ്തുത. പഠിക്കാനുള്ള പാഠമല്ല. നമുക്കത് മറുപടിക്കാൻ ഞാൻ അനൂപിലേക്കെത്താം. അനൂപ്, യുവരാജ് ഗൂഗിൾ ഇവിടെ നേരത്തെ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കണ്ടത് ഒരു സമരമുഖത്ത് അഭിഷേകം കൊടുക്കാവോ? ഒരു സമരമുഖത്ത് അലോഷിയുടെ തലയിൽ ഊങ്ങിയടിക്കുന്ന പോലീസിന്റെ ലാത്തിയാണ്. അതിനു മുമ്പും ഒരുപാട് ഇതാണ് ഈ ദൃശ്യങ്ങളാണത്. ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. ഒരുപാട് സമരമുഖങ്ങളിൽ പങ്കെടുത്ത ആളാണ്. 10-21 കേസുണ്ട്. സമരസംഘാടനത്തിൻ്റെ ഭാഗമായി ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ലക്ഷങ്ങൾ അദ്ദേഹം കടക്കാരനാണ്. പാർട്ടി ആ പണമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെ നിൽക്കുന്നത് 10 വർഷം അധികാരത്തിൻ്റെ പുറത്തുള്ള സ്വന്തം പാർട്ടി അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന കഠിനാധ്വാനത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ സമരം. ശ്രീ യുവരാജ് ഗോകുൽ, അങ്ങനെയുള്ള അലോഷ്യസ് സേവ്യറിനെ കാണാതെ
വാ തുറന്നാൽ പരമമായ വർഗീയതയും മതവിദ്വേഷവും മാത്രം പറയുന്നവരെ കാണാൻ മുഖ്യമന്ത്രിക്ക് സമയമുണ്ട്, ഞങ്ങളെ കാണാൻ സമയമില്ല എന്ന അലോഷിയുടെ വേദനയ്ക്ക് സത്യമില്ലേ ശ്രീ യുവരാജ്? ഹാഷ്മി, ഇതിനകത്ത് ഞാൻ ശ്രീ പി കെ ഗോപ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഋഷ്യശൃംഖനാണ് ആര്, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എന്നാണ് പറഞ്ഞത്. എന്ത് ഋഷ്യശൃംഖൻ്റെ കഥ നമുക്കറിയാം. അംഗരാജ്യത്ത് വലിയ വരൾച്ച ഉണ്ടായിരുന്ന സമയത്ത് അവിടെ മഴ പെയ്യിക്കാനായിട്ടാണ് ഋഷ്യശൃംഖനെ വിളിച്ചുകൊണ്ട് വന്നത്. ശരിയാണ്, കേരളം അങ്ങ് വൈശാലിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതെ, തീർച്ചയായിട്ടും വൈശാലിയുടെ കഥ പറയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും വൈശാലിയുടെ കഥ എന്ന് പറയുന്നത് എന്താണ്, ഋഷ്യശൃംഖല നാട്ടിലേക്ക് വരുന്നു, ഒടുവിൽ വൈശാലി ഉപേക്ഷിക്കപ്പെടുന്നു. ഇതാണല്ലോ അതിങ്ങ് പറഞ്ഞത്. KSU പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്ത് കേരളത്തിലുണ്ടായിരുന്ന മഹാവരൾച്ചയായിരുന്ന പിണറായി വിജയനെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ വന്ന ഋഷ്യശൃംഖൻ ഈ വൈശാലിയായിട്ടുള്ള KSUവിനെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇതാണല്ലോ അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ആ അർത്ഥത്തോട് ഞാൻ പരിപൂർണ്ണ യോജിക്കുന്നു. ഒരു വലിയ വരൾച്ച പോലെയുള്ള അവസ്ഥയിലായിരുന്നു കേരളം എന്ന് പറയുന്നത്. അതെ, അല്ല ഞാൻ പറയട്ടെ. അപ്പോ തീർച്ചയായിട്ടും ആ ഋഷ്യശൃംഖം വന്നിട്ട് KSUക്കാരോട് അല്ല കുളിർമ വരാൻ വേണ്ടി ഇപ്പൊ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിലൊരു പൂക്കിയ മുഖ്യമന്ത്രി വന്നു, അദ്ദേഹം ആദ്യമായിട്ട് ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് 24 മണിക്കൂർ 48 മണിക്കൂർ തുടർച്ചയായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വലിയ ആഘോഷമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ അണികളെ കണ്ടാൽ പോലും ചിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വെറും 60 ദിവസങ്ങൾ കൊണ്ട് മാറിപ്പോയി എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നോക്കൂ, ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എനിക്കിത് മനസ്സിലാകുന്നില്ല. നമ്മളൊരു ജനാധിപത്യമായിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ ജനാധിപത്യമായ വ്യവസ്ഥിതികളാണ് തുടർന്നു പോകുന്നതും. ഇപ്പോൾ ഈ ഒരു സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ സർക്കാരോ BJPയുടെ സർക്കാരോ CPMൻ്റെ സർക്കാരോ ഒന്നും തന്നെ അല്ലല്ലോ. തീർച്ചയായിട്ടും ആ സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, സർക്കാർ നടത്തുന്ന നിയമനങ്ങൾ, ആ നിയമനങ്ങൾക്കകത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമായിട്ട് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അത് ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളിലുള്ള ആൾക്കാരും ഉണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടുള്ള VD സതീശൻ അദ്ദേഹം നടത്തിയിരിക്കുന്ന നിയമനങ്ങൾ, ആ നിയമനങ്ങൾക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ BJPക്കാരുണ്ടോ കോൺഗ്രസ്സുകാരുണ്ടോ എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചിട്ട് വലുതായിട്ട് ചിന്തിച്ചിട്ടുമില്ല, എനിക്കറിയത്തുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ KSUക്കാരായിക്കൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, അവർ പറഞ്ഞു വരുന്നത് എന്താണ്, സ്വജനപക്ഷപാതം. ഇവർ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം എന്തിനെതിരെയാണ് സമരം ചെയ്തത്? ഇവർ സമരം ചെയ്തത് പിണറായി വിജയൻ സർക്കാർ വലിയ തരത്തിലുള്ള സ്വജനപക്ഷപാതം നടത്തുന്നു, അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരെ മാത്രമായിട്ട് നിയമിക്കുന്നു. ഇതൊക്കെയാണല്ലോ ഇവർ പറഞ്ഞിരുന്ന, അവർ ഉയർത്തിയിരുന്ന സമരത്തിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ അതേ അവർ തന്നെ പറയുന്നു, അതേ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആയിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളെ, ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, അങ്ങനെ ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അവർ പറയണം ഇവരെ ആരെയും നിയമിക്കാൻ സാധിക്കില്ല. ഇതെന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? നോക്കൂ, കേരളത്തിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നതായിട്ടുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. ഈ 60 ദിവസത്തിനിടയിൽ ഇത്രയധികം ടേൺ എടുത്തിട്ടുള്ള ഒരു സർക്കാർ വേറെ ഉണ്ടായില്ല. അത് നമ്മുടെ വാഹന മോഡിഫിക്കേഷനിൽ തുടങ്ങി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ദിരാഗാന്ധി നരേന്ദ്രമോദി സർക്കാർ അഡ്വക്കേറ്റ് പി കെ ഗോപനെ വേറെ കാര്യം. പക്ഷെ അഡ്വക്കേറ്റ് പി കെ ഗോപനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഇരുത്തുകയാണ്. അപ്പോൾ യുവരാജ് ഗോകുൽ പറയുമോ പി കെ ഗോപൻ മിടുക്കനാണ്, അതുകൊണ്ട് മോദി സർക്കാർ ഇരുത്തിക്കോട്ടെ എന്ന് പറയുമോ? അത്രയല്ലേ ഉള്ളൂ അതിനകത്ത്. ഇപ്പോൾ ഏത് സർക്കാർ അധികാരത്തിലേക്ക് വരികയാണെങ്കിലും അവരുടെ ആളുകൾ ഈ പറയുന്ന പദവികളിലേക്ക് വരും. അതെല്ലാവർക്കും അലിഖിതമായ നിയമമാണ്. അവിടെ ഒരു സംഘപരിവാറിനെ കയറ്റിയിരുത്തിയാൽ ആളുകൾക്ക് വിഷമമുണ്ടാവും, അവർ പറയും. അല്ല, ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ അവരുടെ പാർട്ടിയുടെ ആൾക്കാരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അപ്പോൾ നമ്മുടെ നാട്ടിനകത്ത് ജീവിക്കുന്ന പൗരന്മാർക്ക് അവർക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കാനുള്ള അവകാശമില്ല എന്നാണോ പറഞ്ഞു വയ്ക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗം ചൂണ്ടിക്കാണ്ടിട്ടാണ് അവരത് പറഞ്ഞു വയ്ക്കുന്നത്? ഒരാൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സഹകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെ ഈ ഭാഗത്ത് നിയമിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭരണഘടനയുടെ ഏത് ഭാഗം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവർ ഒരേ സമയം
ഭരണഘടന സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന് പറയുകയും മറുഭാഗത്തുകൂടി അവർ ഈ സ്വജനപക്ഷപാതത്തെ ഇത്രയും ഓപ്പണായിട്ട് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്യുന്നത് അല്ലാതെ പുറത്ത് പറയുന്നതാണ് അത് പുറത്ത് പറയുന്ന പ്രശ്നമാണ്. നിങ്ങളും രാഷ്ട്രീയമായി ചെയ്യുന്നതൊക്കെയാണ്. അല്ല നിങ്ങളും ഒരു അധികാരത്തിലേക്ക് വന്നാൽ ഉടനെ CPM കോൺഗ്രസിനെ പിടിച്ച് പദവിയിൽ വെക്കില്ല. പക്ഷെ പുറത്ത് പറയില്ല. അല്ല ഹാഷ്മി ഇപ്പോ നമ്മുടെ ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽമാരെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എത്രയോ പേര് പല രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുണ്ടാവും അതിനകത്ത്. എല്ലാവരും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആൾക്കാരെയൊന്നും ആയിരിക്കില്ല എടുത്തിരിക്കുന്നത്. ആൾക്കാരുടെ ആരുടെയും രാഷ്ട്രീയം നോക്കിയിട്ടും ആയിരിക്കില്ല പലപ്പോഴും. രാഷ്ട്രീയം നോക്കി എടുക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള നിയമനങ്ങൾ കിട്ടുന്നുണ്ടാകുമായിരിക്കും. പക്ഷേ രാഷ്ട്രീയം മാത്രമല്ല അവിടെ മാനദണ്ഡമായിട്ട് ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു വലിയ വൈരാഗ്യം വെച്ചുകൊണ്ട് പെരുമാറേണ്ടുന്നതിന്റെ സാഹചര്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പറയുന്ന വർഗീയവാദികൾക്ക് സ്പേസ് കൊടുത്തു, ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ലീഗിനെയാണോ ഉദ്ദേശിച്ചത്? ഇസ്ലാമിയാണോ ഉദ്ദേശിച്ചത്? ഇവർക്ക് അതിനൊന്നും ഇവർക്ക് പരാതിയില്ലല്ലോ. അല്ല ഞാൻ ചോദിക്കുന്നത് ഹിന്ദു സംഘടനയ്ക്ക് ഒരു ഹിന്ദു സംഘടന അല്ലല്ല ഞാൻ ചോദിക്കുന്നത് അതെ തീർച്ചയായിട്ടും ലീഗ് വളരെ മതേതരമാണ്, മുസ്ലിം ലീഗ് വളരെ മതേതരമാണ്, മാത്രമാണ് വർഗീയ അങ്ങനെ നറേറ്റീവ് എന്ന് പറയുന്നത് ഒരു അവർക്ക് അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഒഫീഷ്യലി വീട്ടിൻ്റെ അകത്ത് കയറ്റി ഇരുത്തിയിട്ട് അവർക്ക് മുമ്പോട്ട് പോകുന്നതിനകത്ത് പ്രശ്നമില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്നൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടില്ലായകയുള്ളൂ എന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്ക്, ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു സംഘടനയുടെ നേതാക്കൾ ഒഫീഷ്യലി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയി കാണുന്നു. ഞങ്ങൾക്കിപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും 2 നേതാക്കൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് അവരുടെ വീട്ടിൻ്റെ അകത്തുള്ള അവരുടെ കുടുംബ പ്രശ്നം കാരണം അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നില്ലായിരിക്കും. അതിനിപ്പോൾ ഞങ്ങൾ എന്താണെന്ന് ചെയ്യാം? എനിക്കത് മനസ്സിലാവുന്നില്ല. അറിവാബുൻ അപ്പോയിന്റ് കിട്ടില്ല, അറിവാബു കുറ്റക്കാരാണോ? അല്ല, ഞാൻ എത്താം. ശാനന്ദ് കൊച്ചുകൂടി ഇവിടെ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പ്രതിനിധിയായി വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് വി ആർ അനൂപാണ്. വി.ആർ. അനൂപ് കഠിനമായ മുഖ്യമന്ത്രി വിമർശനം നടത്തിയ ആളാണ്. മുഖ്യമന്ത്രി വിമർശനം നടത്തിയ ആളെ മീഡിയ പാനൽ ഒഴിവാക്കണമെന്ന് ഒരു സംഘം ആവശ്യപ്പെടുന്ന സമയത്തും ഒഫീഷ്യൽ വക്താവായി വീണ്ടും വി.ആർ. അനൂപ് വരുന്നെങ്കിൽ പാർട്ടി മുഖ്യമന്ത്രിക്കൊപ്പമാണോ അതോ വേറെ ഏതെങ്കിലും ചേരിക്കൊപ്പമാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഈ പറയുന്ന അലോഷിക്ക് കാണാൻ അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന കേവല പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇതിൽ വർക്കൗട്ട് ആവുന്നുണ്ടോ? ആനന്ദ് കൊച്ചുകൂടി. അല്ല, ഇപ്പോഴും കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രബല ഗ്രൂപ്പ് ഇപ്പോഴും കെ.സി. വേണുഗോപാലിൻ്റെ കൂടെ തന്നെയാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും കെ.സി. വേണുഗോപാലിൻ്റെ കൂടെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചർച്ചയിൽ ഈ പാനൽ KPCCയുടെ പാനലിൽ നിന്ന് വക്താക്കളെ തരുന്ന ദീപ്തി മേരി വർഗീസ് സ്വയം കെ.സി. വേണുഗോപാലിൻ്റെ ഒറ്റ അനുയായിയാണ്. എന്ന് വെച്ച് ഈ വി.ആർ. അനൂപോ ജിൻഡോ ജോണോ ഒക്കെ എപ്പോഴാണ് കെ.സി. വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിൽ ചേർന്നതെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ ഈ കുറച്ച് കാലം മുൻപ് വരെ വി.ഡി. സതീശൻ്റെ അനുകൂലിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ജിൻഡോ ജോണൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ വി.ഡി. സതീശനെ വളരെ അനുകൂലിച്ച ഒരു വ്യക്തിയായിരുന്നു. വി.ആർ. അനൂപും ഞാനും ഒരു ചർച്ചയിൽ ഈ വി.ഡി. സതീശനെ ഞാൻ വിമർശിച്ചതിൽ വലിയ വാഗ്വാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്, നെഹ്റുവിയൻ ലെഫ്റ്റാണെന്നൊക്കെ പറഞ്ഞ് വി.ആർ. അനൂപ് ഘോരഘോരം വാദിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇവിടെ പ്രശ്നം ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് ഈ കോൺഗ്രസിൻ്റെ ഒരു ഘടനയുണ്ടല്ലോ, കോൺഗ്രസിന് മാത്രമല്ല ഇപ്പോൾ ഏത് പാർട്ടിയിലാണെങ്കിലും മുഖ്യമന്ത്രി ആയാൽ മുഖ്യമന്ത്രിക്ക് കുറേ അധികാര കേന്ദ്രീകരണം മുഖ്യമന്ത്രിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ കോൺഗ്രസിൽ വി.ഡി. സതീശൻ്റെ ആൾക്കാർ MLA-മാർ വളരെ കുറവാണെങ്കിലും മുഖ്യമന്ത്രി ആയതിനു ശേഷം വി.ഡി. സതീശന് ആ ഒരു പരക്കെ ഒരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലീഗുമായിട്ട് വി.ഡി. സതീശൻ തുടക്കത്തിലെ ഒരു നല്ല ബന്ധത്തിലാണ്. അത് ഞാൻ ഈ യുവരാജ് ഗോകുൽ പറയുന്ന പോലെ ദുസൂചനയായിട്ടൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ ലീഗിന് 4 മന്ത്രിമാരെ കൊടുത്താൽ പോരെ എന്നൊക്കെയുള്ള ഘട്ടത്തിൽ, ചർച്ചയുടെ ഘട്ടത്തിൽ വി.ഡി. സതീശനാണ് സ്വയം 5-ാം മന്ത്രി കൊടുക്കണം എന്ന് വാശി പിടിച്ച് ലീഗിന് 5-ാം മന്ത്രി കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ മുനീർ സാഹിബിന് മറ്റേ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഉപമുഖ്യമന്ത്രി സ്ഥാനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് 4 മന്ത്രിമാരിൽ ഒതുക്കാമായിരുന്നു. അത് കൊടുക്കാതെ, അങ്ങനെ ചെയ്യാതെ 5-ാം മന്ത്രി കൊടുത്ത് ലീഗിനെ കൂടി ഒപ്പം നിർത്തി ലീഗിൻ്റെ കൂടി പിന്തുണയാൽ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ഇപ്പോൾ അദ്ദേഹത്തിന് തുടക്കത്തിൽ നല്ല ഒരു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാൽ നല്ല ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അതായത് അനാവശ്യ വിമർശനമോ അങ്ങനെ കാര്യമായിട്ടുള്ള എതിർപ്പോ ഒന്നും ഉണ്ടായതായി ഞാൻ കണ്ടില്ല. പക്ഷേ അദ്ദേഹം ഈ അവസാന ഒരു കുറച്ച് ദിവസത്തിൽ
അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചില സമീപനങ്ങൾ, അത് പത്രക്കാരോട് മാത്രമല്ല, പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോട്ടെ, ഈ പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാരെ വിശ്വാസത്തിലെടുക്കാതെ, ഇപ്പോൾ KSUവിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ PM നിയാസ് ആണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊതുവിൽ പറഞ്ഞു അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു അപ്പോയിൻമെൻറ്റ് നിരസിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ KSU എന്ന് പറയുന്ന ഒരു സംഘടനയെ തന്നെ മാറ്റി നിർത്താനോ ഒന്നും VD സതീശന് പറ്റില്ല. അതിൻ്റെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ AK ആന്റണിയോ അല്ലെങ്കിൽ നേരത്തെ പ്രതിപക്ഷ VD സതീശന്റെ ഒരു പഴയകാല ഒരു പ്രതികരണം ഞങ്ങൾക്ക് തന്നെയാണ്, ഒരു പ്രതികരണം ജസ്റ്റ് കേട്ട് ഞങ്ങൾക്ക് വരാം. അഴിമതിക്കെതിരെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് പറഞ്ഞത്. അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആക്ഷേപിച്ചത്. പക്ഷേ AK ആന്റണി എന്താ പറഞ്ഞത്? കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിയോജിപ്പിന്റെ ശബ്ദം അറിയാത്ത ആളല്ല VD സതീശൻ. അന്നത്തെ ആ സർക്കാരിനെ ഈ അഴിമതിയുടെ നിഴലിലുള്ള സർക്കാരെന്നും അഴിമതി സർക്കാരെന്നും അവസാന ക്യാബിനറ്റിൽ കടുംപുട്ട് തീരുമാനങ്ങളെ പറ്റിയും ഈ പറയുന്ന ഹരിത MLA എന്നുള്ള രീതിയിൽ ആ സർക്കാരിനെ പട നയിച്ചതിനെ പറ്റിയും തൊട്ടു പിന്നാലെ വന്ന CPM സർക്കാർ അത് പ്രധാന പ്രചരണായുധമാക്കിയതും ഒക്കെ അറിയാത്ത ആളല്ല VD സതീശൻ. അപ്പോഴേക്കും 2 പ്ലീഡർ നിയമനത്തിൽ ഒരു വിയോജിപ്പ് പറഞ്ഞ അലോഷിയോട് അത്രയും പക തോന്നേണ്ട കാര്യം എന്താണ്? ആനന്ദ് കൊച്ചുകൂടി അല്ല, അത് VD സതീശൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനം ഇത് പണ്ടേ കോൺഗ്രസിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ പത്രക്കാർക്ക് ഉൾപ്പെടെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. VD സതീശൻ ഒരു അര പിണറായി മാറുമോ എന്ന് ഈ മുഖ്യമന്ത്രി ചർച്ച നടന്ന സമയത്തൊക്കെ പലരും ആശങ്ക ഉന്നയിക്കുന്നുണ്ടായിരുന്നു. സതീശൻ്റെ ഈ എതിർപ്പ്, ഉമ്മൻചാണ്ടിയോടുള്ള എതിർപ്പ് ആ കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല, സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ 2011 തുടങ്ങിയതാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടത്? ഉമ്മൻചാണ്ടിക്ക് താല്പര്യമുണ്ടായിട്ട് NSS അദ്ദേഹത്തിൻ്റെ പേര് വെട്ടി VS ശിവകുമാറിനെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്തു. ഇദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു. തിരിച്ച് പിറ്റേ ദിവസം ഞാൻ സ്പീക്കർ ആകാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഓൾറെഡി G കാർത്തികേയൻ ആ പദവി വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് സ്പീക്കർ സ്ഥാനവും കിട്ടിയില്ല, മന്ത്രിസ്ഥാനവും കിട്ടിയില്ല എന്ന രീതിയിൽ VD സതീശൻ വലിയ ദേഷ്യത്തിൽ കുറേ നാൾ നടന്നു. അതിനുശേഷം TN പ്രതാപിൻ്റെ കൂടി ഹരിത MLA ആയിട്ട് നെല്ലിയാമ്പതി വിഷയത്തിലും അതും ഇതുമൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന് VM സുധീരൻ KPCC അധ്യക്ഷനായപ്പോൾ ഇദ്ദേഹം വൈസ് പ്രസിഡന്റ് കൂടിയായപ്പോൾ, അതേ ദിവസം വൈസ് പ്രസിഡന്റ്, അതേ ഓർഡറിൽ വൈസ് പ്രസിഡന്റ് കൂടിയായപ്പോൾ അന്ന് തൊട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞു. അവസാനം കടുംവെട്ട് സ്ലോട്ടർ എന്നൊക്കെ പറഞ്ഞ് അവസാനം 2016 ആ സർക്കാർ പുറത്താകുന്നതിൽ VM സുധീരനൊപ്പം ചെറിയൊരു പങ്ക് വഹിച്ച ആൾ കൂടിയാണ് VD സതീശൻ. അതൊന്നും ആരും മറന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന തിട്ടൂരം അദ്ദേഹം ഈ കോൺഗ്രസ്സുകാരോട് അദ്ദേഹം ആ ഒരു സമീപനം സ്വീകരിച്ചാൽ അദ്ദേഹം ഉമ്മൻചാണ്ടി ഒന്നും അല്ല എന്നുള്ളതാണ് പ്രഥമ കാര്യം. VD സതീശൻ ഒരു ഉമ്മൻചാണ്ടിയല്ല, AK ആന്റണിയല്ല, രമേശ് ചെന്നിത്തല പോലുമല്ല. അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് പല സാഹചര്യങ്ങളുടെ ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹം ആ സ്ഥാനം കിട്ടിയപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തോട് നീതി പുലർത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് ഈ സ്ഥാനം കിട്ടി, ഇനിയിപ്പോൾ ബാക്കി എല്ലാവരും എൻ്റെ അടിമകൾ, ബാക്കി എല്ലാവരും കീഴാളർ എന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ പലരും ഇപ്പോൾ KC വേണുഗോപാലാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ നിന്ന് ഇത് ഇങ്ങനെ മാനേജ് ചെയ്യുന്നു, സ്റ്റേജ് മാനേജ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ KCയോട് അടുത്ത ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ KCക്ക് ഇത്രയും വേഗം VD സതീശനെ സമ്മർദ്ദത്തിലാക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇത് VD സതീശൻ്റെ തന്നെ സ്വയം ചെയ്തികളാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കുന്നത്. അദ്ദേഹത്തിന് കുറച്ചുകൂടി ജനാധിപത്യ സമീപനം പ്രത്യേകിച്ച് സ്വന്തം പാർട്ടിക്കാരോടാകാം. കാരണം അദ്ദേഹം ആ സ്ഥാനത്തെത്തിയത് അദ്ദേഹത്തിന് സീനിയോറിറ്റിയുടെ ബലത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടേണ്ട ഒരു രമേശ് ചെന്നിത്തലയെ പോലെ ആ അർഹതയുടെ പേരിലോ ഒന്നും അല്ല അദ്ദേഹത്തിന് അത് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി വിനയമാവാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, VR ബലോഷി അപ്പം തന്നെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. ഇപ്പം എനിക്കൊരു ഒന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയാനുണ്ട്. സ്വകാര്യമാണ്, ഗൗരവമുള്ളതാണ്, സംഘടനാപരമാണ്. നാളെ ഞാനത് ഫേസ്ബുക്കിലിടും. മറ്റന്നാൾ ഫേസ്ബുക്ക് ലൈവിൽ വരും. 3-ാം നാൾ മാധ്യമങ്ങളോട് പറയും. 4-ാം ദിവസം വിഷയവിദഗ്ധരുമായി ചർച്ച ചെയ്യും. 5-ാം ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നവരെ പരസ്യപ്പെടുത്തും. രാവിലെ മുതൽ 100 ആളുകളെ നേരിൽ കാണുന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനോട് വിവരം പറയും. 6-ാം ദിവസം ഓഫീസ് ജീവനക്കാരൻ അനുമതി തന്നില്ലെന്ന് വിവരം വീണ്ടും സ്വകാര്യമായി പരസ്യമാക്കും. 7-ാം ദിവസം ഔദ്യോഗികവും അനൌദ്യോഗികമായി സംസാരിച്ച് വാർത്തകൾ നിറയും. 8-ാം ദിവസം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുകളായി അരങ്ങ് തകർക്കും. ലാസ്റ്റ് ഡേ മുകളിലേക്ക് തുപ്പിയതൊക്കെ കൃത്യമായി മുഖത്ത് തന്നെ വീഴും. അപ്പോൾ ഞാൻ ഉറക്ക ആത്മഹത്യം ചെയ്യും. എൻ്റെ സ്വകാര്യം കേൾക്കാൻ അയാൾക്ക് മനസ്സില്ലല്ലോ. അങ്ങനെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുന്ന കാര്യം കോൺഗ്രസിന് പുതിയ കാര്യമല്ല. അത് 2 മാസം ആകുമ്പോഴേക്കും എല്ലാവരും വെളിച്ചപ്പാടായാൽ എന്താണ് ബാക്കിയുള്ള മാസങ്ങളിലെ അവസ്ഥ എന്നതിൻ്റെ ഒരു സാമ്പിൾ കോപ്പി കൂടിയാണോ ഇത് ഈ നമ്മൾ കാണുന്നത്? ശ്രീ VR അനൂപ്. അല്ല, അങ്ങനെയൊന്നുമില്ലെന്നേ. ഇപ്പോൾ ബഹുമാന്യനായ ആനന്ദ് കൊച്ചുകൂടി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെങ്കിൽ കൂടി ചില കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി അദ്ദേഹം സൂചിപ്പിച്ചു. ഞാനായാലും ജിൻഡോ ആയാലും ഒരു ഘട്ടത്തിൽ
വി.ഡി. സതീശന് നേരെ വലിയ ആക്രമണങ്ങൾ വന്ന സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിച്ചാണ്. ആ നിലപാടിലൊന്നും ഒരു മാറ്റവുമില്ല. അങ്ങേക്ക് തന്നെ അറിയാം, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളിൽ പലരും വളരെ സോഫ്റ്റായ സ്റ്റാൻഡ് എടുത്ത സമയത്ത് ഒരു കോംപ്രമൈസും ഇല്ലാതെ വെള്ളാപ്പള്ളി നടേശനൊന്നും അങ്ങനെ വി.ഡി. സതീശനെ ആക്രമിക്കേണ്ട എന്ന് കൃത്യമായി നിലപാടെടുത്ത ആളാണ്. ഇപ്പോഴും എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ പല ഘട്ടങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നേ. ഇത് കോൺഗ്രസ് പാർട്ടിയിൽ ഏത് നേതാവിനെയും നമ്മൾ ഡിഫെൻഡ് ചെയ്യും. ഇപ്പോൾ വി.ഡി. സതീശൻ കേരളത്തിലെ ഭരണമുന്നണിയെ നയിക്കുന്ന ഞങ്ങളുടെ നേതാവാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, കെ.സി. വേണുഗോപാൽ അന്യഗ്രഹ ജീവിയൊന്നുമല്ല. അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ നേതൃത്വം നൽകുന്ന സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി അല്ലേ. അപ്പം അങ്ങനെയൊന്നും ഞങ്ങളെ ഈ പറയുന്ന ലേബൽ ചെയ്തൊന്നും നിങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ കഠിനമായ വിമർശനം നടത്തിയ താങ്കളെ തന്നെ KPC ഒഫീഷ്യൽ വക്താവായി വിടണമെങ്കിൽ അത്ര നിഷ്കളങ്കമാണ് എന്ന് കരുതുമായിരിക്കും CVR അനൂപ്. അല്ല, കഠിനമായ വിമർശനമൊന്നുമില്ലല്ലോ. താങ്കൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് എന്താ? അത് അഴിമതിയുടെ നിഴലിലാണ് എന്ന് പറയുന്ന വിമർശനമൊന്നും അല്ലല്ലോ. അത് കോൺഗ്രസിനകത്ത് പതിവാണെന്നേ. കോൺഗ്രസിൻ്റെ കീഴ്വഴക്കാണ്, കോൺഗ്രസിൻ്റെ പ്രസിഡൻസ് ആണ് അത്. അതിന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്ന് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നിട്ടില്ല. അങ്ങനത്തെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. അതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു അഭ്യർത്ഥന മാത്രമാണ്. ആരെങ്കിലും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചോ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയോ, ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത് ഈ പറയുന്ന അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു. അദ്ദേഹത്തിനത് വിശദീകരിക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രിക്കെതിരായി അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിൽ 1/2 ഇഞ്ച് പോലും കുറയാതെയുള്ള സമീപനാണ് അദ്ദേഹം. കേരളത്തിൽ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനമുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം CVR അല്ലേ? അതിനോടും താങ്കൾ ആനന്ദ് കൊച്ചോട് പറഞ്ഞ ആ നിലപാടിനോട് യോജിക്കുന്നില്ല? ഞാൻ അതിനെ അല്ല ഞാൻ ഇവിടെ വന്ന് അദ്ദേഹം ജനാധിപത്യവാദി ആയതുകൊണ്ട് തന്നെയാണ്, ആ ജനാധിപത്യത്തിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന നേരത്തെ അദ്ദേഹം ആവർത്തിച്ചു പറയുന്ന നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്ന നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഞാൻ ആവർത്തിച്ചു പറയുകയാണ്. അദ്ദേഹം ഇവിടെ ബഹുമാന്യനായ ഗോവൻ സാർ എന്താ പറഞ്ഞത്? ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്നത് വ്യക്തിപരമല്ല, നിലപാടുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. പക്ഷേ CPM-നകത്ത് പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയൻ വന്ധ്യവയോധികനായ മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറായ VS അച്യുതാനന്ദനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ സംശയത്തിന്റെ നിഴലിൽ നിർത്തരുത്. സിനിമയിൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്ന പോലെ ഒരു CID വേറൊരു CIDയെ കുറിച്ച് ഇങ്ങനെ പറയരുത്. CIDകൾക്കിടയിൽ ഡിഗ്രി CID പ്രീ ഡിഗ്രി CID ഇല്ല എന്ന് പറയുന്ന പോലെ 2 PB മെമ്പർമാർ തമ്മിൽ പരസ്പരം പറയരുതെന്ന് ഒരു കേഡർ പാർട്ടിയായ CPM-ൽ ഉണ്ടായ ഘട്ടമുണ്ട്. ഒരു കേഡർ പാർട്ടി ലെനിനിസ്റ്റ് സംഘടനാ തത്വം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയിലുണ്ട്. അപ്പോൾ ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ച് ഇതൊക്കെ സ്വാഭാവികമല്ലേ? ഞങ്ങളെ ഈ പറയില്ല, ഈ നിമിഷം പോലും ഞാൻ ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ഞങ്ങളെ ഒന്നും വി.ഡി. സതീശൻ തള്ളി പറയില്ലെന്നേ. അദ്ദേഹത്തിന് എങ്ങനെ തള്ളി പറയാൻ കഴിയുക? അദ്ദേഹത്തിന് ഈ പറയുന്ന പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ, വിമർശനങ്ങളുടെ കാര്യത്തിൽ വി.ഡി. സതീശനെ മാതൃകയാക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ട്. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന നെഹ്റുവിയൻ പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധത അദ്ദേഹം നിറവേറ്റും. ഒരു സംശയവും. ഓക്കെ, ഞാൻ